രണ്ടു മന്ത്രിസ്ഥാനത്തിൽ ഉറച്ച് ജോസഫ് വിഭാഗവും വകുപ്പ് മാറ്റിത്തരണമെന്നാവശ്യപ്പെട്ട് RSPയും അങ്ങനെ ഉറച്ചു നിൽക്കുകയാണ്. ചർച്ചകൾ നാളെയും തുടരും. അവിടെയും അനൂപ് ജേക്കബിനും മാണി സി കാപ്പനും ടേം വ്യവസ്ഥയാണ് കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നത്. മാണി സി കാപ്പൻ ഒരു ഫുൾ ടൈം മന്ത്രി എന്നുള്ള രീതിയിലേക്ക് തനിക്ക് മന്ത്രിസ്ഥാനം തരണം എന്നുള്ള ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എങ്ങനെ കോൺഗ്രസ് ഡീൽ ചെയ്യുമെന്നുള്ളതാണ് കൗതുകം. UDFിലെ ഘടകകക്ഷികളുമായും മന്ത്രിസ്ഥാനം സംബന്ധിച്ചുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ഒന്നിനും ഒരു തീരുമാനമായിട്ടില്ല, പക്ഷേ ധാരണയായിട്ടുണ്ട്. 7 MLAമാരുള്ള ജോസഫ് വിഭാഗത്തിന് 2 മന്ത്രിസ്ഥാനം വേണമെന്നുള്ള ആവശ്യത്തിൽ അവർ ഉറച്ചു നിൽക്കുകയാണ്. പക്ഷേ 2 മന്ത്രിസ്ഥാനം അവർക്ക് കൊടുക്കാൻ കോൺഗ്രസ് തയ്യാറായിട്ടില്ല. ഒരു മന്ത്രിസ്ഥാനവും ഒരു പദവിയും നൽകാമെന്നാണ് കോൺഗ്രസ് മുന്നോട്ട് വച്ചിട്ടുള്ള ആശയമെന്ന് പറയുന്നത്. പക്ഷേ 2 മന്ത്രിസ്ഥാനം വേണമെന്നുള്ള നിലപാടിൽ ജോസഫ് വിഭാഗം ഉറച്ചു നിൽക്കുന്നതിനാൽ കോൺഗ്രസ് മുന്നോട്ട് വെച്ച ഉപാധിയിൽ അവർ തൃപ്തരല്ല. ചർച്ചകളൊക്കെ പോസിറ്റീവാണോ? തീർന്നിട്ടില്ല. വകുപ്പ് സംബന്ധിച്ചും ജോസഫ് വിഭാഗം തൃപ്തരല്ല. ആ തൃപ്തിക്കുറവ് നാളെ നടക്കുന്ന ചർച്ചയിൽ കോൺഗ്രസ് പരിഹരിക്കുകയും ചെയ്യും. RSPക്കും CMPക്കും ഓരോ മന്ത്രിസ്ഥാനം ലഭിക്കും. ഷിബു ബേബി ജോണും CP ജോണുമായിരിക്കും മന്ത്രിമാരാവുക. രണ്ടുപേരും ഫുൾ ടൈം ആയിരിക്കും. 5 വർഷം വീതം ഇവർക്ക് ലഭിക്കുകയും ചെയ്യും. നേരത്തെ തൊഴിൽ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന RSP ഇത്തവണ മാറ്റിപ്പിടിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. തൊഴിൽ വകുപ്പ് ഇന്നത്തെ തൊഴിൽ വകുപ്പ് പ്രത്യേകിച്ച് ലേബർ കോഡ് ഇവിടെ നടപ്പിലാക്കിയ പശ്ചാത്തലത്തിൽ രാജ്യത്ത് ഒരു അപ്രധാന വകുപ്പായി മാറിയിട്ടുണ്ട്. പ്രധാന വകുപ്പുകളോടൊപ്പം മറ്റേതെങ്കിലും വകുപ്പുകൾ എന്നുള്ള നിലയിലേക്ക് മാത്രമാണ് ഞങ്ങൾ ആവശ്യം ഉന്നയിക്കാൻ പോകുന്നത്. അത് തുറന്ന മനസ്സോടുകൂടി ചർച്ച ചെയ്യട്ടെ. മറ്റേത് വകുപ്പാണെന്ന് ഇപ്പോൾ പറയാൻ പറ്റും, എന്തെങ്കിലും മനസ്സിലുണ്ടോ? അങ്ങനെ അല്ല, നമുക്ക് സ്വാഭാവികമായിട്ട് കോൺഗ്രസ് പാർട്ടിക്ക് വിവിധ കക്ഷികളുമായി ചർച്ച ചെയ്തിട്ട് വേണമല്ലോ. ഇപ്പൊ RSP ഒന്ന് ചോദിച്ചാൽ എടുത്തു തരുന്നതല്ലല്ലോ, എല്ലാം കൂടെ നോക്കി. അതുകൊണ്ട് ഞങ്ങളും തുറന്ന സമീപനമാണ്. ഞങ്ങൾക്ക് 4 MLAമാരുണ്ട്. ഞങ്ങളൊരു മന്ത്രിസ്ഥാനത്ത് മാത്രമേ ആവശ്യപ്പെടുന്നു. അനൂപ് ജേക്കബും മാണി സി കാപ്പനും മന്ത്രിമാരാകുമോ എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം. ഇത് സംബന്ധിച്ച് ഇന്ന് ചർച്ചകൾ നടന്നു, പക്ഷേ തീരുമാനമായിട്ടില്ല. ധാരണയായത് ഒന്നുകിൽ 2 പേരിൽ ഒരാൾ മന്ത്രിയാകും, അല്ല എങ്കിൽ 2 പേരും ടേം വ്യവസ്ഥയിൽ മന്ത്രിമാരായി മാറും. ഫുൾ ടൈം മന്ത്രിയാകണമെന്ന ആഗ്രഹമാണ് മാണി സി കാപ്പനുള്ളത്. പ്രത്യേകിച്ച് ഒരു കാര്യങ്ങൾ ഇന്നലെ സംസാരിച്ചില്ല. ഘടകകക്ഷികളുടെ യോഗം കൂടി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഈ മന്ത്രിസ്ഥാനമൊക്കെ നേരത്തെ സംസാരിച്ച് കഴിഞ്ഞതാണ്. അതിൽ പ്രത്യേകിച്ച് പിന്നെ ഒന്നോ പിന്നെ ഒരു വിഷയം വന്നിട്ടില്ല. അങ്ങയോട് പറഞ്ഞിട്ടുണ്ട്? എന്നോട് പറഞ്ഞിട്ടുള്ള ഈ വകുപ്പ് എന്ന് പറഞ്ഞാൽ മതി. അത് ഇന്ന് പറയാനോ എന്തെങ്കിലും ടേം വ്യവസ്ഥയാണോ അതോ ഫുൾ ടൈമാണോ? അങ്ങനെ ടേം വ്യവസ്ഥയെ പറഞ്ഞിട്ടില്ല. അതായത് ക്യാബിനറ്റ് 5 വർഷം. 5 വർഷം തന്നെ എന്തെങ്കിലും അങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടോ? ഒന്നും ആവശ്യപ്പെട്ടില്ല. ഇന്നിനി കാണുമ്പോൾ അവരെന്നാ ഉദ്ദേശിക്കുന്നതെന്ന് അറിഞ്ഞിട്ട് പിന്നെ പറയാമോ. എല്ലാവരെയും തൃപ്തിപ്പെടുത്തി വേണം UDFന് മന്ത്രിസഭ രൂപീകരിക്കാൻ. ഒരു ഘടകകക്ഷികളെയും പിണക്കാനും കഴിയില്ല. പക്ഷേ ഒന്നുറപ്പാണ്, ആരെങ്കിലുമൊക്കെ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും. രാകേഷിനൊപ്പം TS ഹരീഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.